നമ്മൾ പറയുന്ന ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? അത് പണമില്ലാത്തതോ ആഹാരം കഴിക്കാൻ പറ്റാത്തതോ അതിനേക്കാളൊക്കെ ഒരു വലിയ വേദനയുണ്ട്. ഒരാൾക്ക് അവനെ കേൾക്കാൻ ഒരാളില്ലാത്തത്, അതിൻ്റെ പെയിൻ, നമ്മുടെ ശരീരം നൽകുന്ന പല സിഗ്നൽസിനെയും നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെൻ്റൽ ഹെൽത്ത് ശരീരത്തിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നാൽ അത് മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. അത് കൊള്ളുമ്പം ശരീരം ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് കെമിക്കലായ സെറോട്ടോണിനെ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബനാന, പലരും പറയുന്ന കാര്യമാണ് മൂഡ് സ്വിങ്സ്. ഇപ്പൊ ഇരിക്കുന്നത് കോമഡി വാക്കായിട്ട് പലപ്പോഴും മാറ്റിയിട്ടുണ്ട് ഈ ട്രോളുകളിലൊക്കെ വന്നു. മൂഡ് സ്വിങ്സ് ആണ്. ഇതിന് കാരണം നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെറോട്ടോണിന്റെ കുറവാണ്. അതിന് വേരിയേഷൻ ഉണ്ടാകുന്നു. അത് ശ്രദ്ധിച്ചാൽ മതി. പ്രണയമുള്ളവർക്ക് വേറൊരു ലോകമായിരിക്കും. അതെ, ചിലർ പറയില്ല ഡിപ്രഷൻ മാറ്റാൻ നിങ്ങളൊരു പെറ്റ്സിനെ എന്തിനെങ്കിലും വളർത്തും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അതിനെ വളർത്തുമ്പം അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം നമ്മളിൽ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുമായിട്ടുള്ള രഞ്ജു പിള്ളയാണുള്ളത്. നമസ്കാരം മാം. നമസ്കാരം രാഹുൽ. മാം, ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നൊരു വിഷയമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എനിക്കിതിൽ ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഒരു മെൻ്റൽ ഹെൽത്ത് മാനസിക രോഗമുള്ള ഒരാളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കാരണം ഇന്നത്തെ കാലത്ത് പെട്ടെന്നാണ് ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ, അവർക്കൊരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവർ ചിലപ്പോൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് അത്രയും വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് മെൻ്റൽ പ്രശ്നം ഉണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? രാഹുൽ, ഒരു നല്ല ചോദ്യമാണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, ഇന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മളോടൊപ്പം നടക്കുന്നവരായിരിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ സൂയിസൈഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ കഴിയുമ്പോഴായിരിക്കും ഇവനിങ്ങനെ പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത്. അതിനൊരു പ്രധാന കാരണം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്കൊരു മാനസിക പ്രശ്നം വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും മടിയാണ് പലർക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഏതൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകും നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് വെച്ചോ, ഏതെങ്കിലുമൊക്കെ ചലഞ്ചസ് ജീവിതത്തിൽ വരുമ്പോഴാകട്ടെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിന് അതിൽ വിടുതൽ നേടാനുള്ളൊരു കഴിവുണ്ട്. ആ ഒരു അഡാപ്റ്റബിലിറ്റി മൈൻഡിനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരാനുള്ളൊരു കഴിവ് മനസ്സിനുണ്ട്. നമ്മൾ പറയില്ലേ, ടൈം ഹീൽസ് എവറിത്തിങ് എന്ന് പറയില്ലേ. പക്ഷെ എന്നിട്ടും കഴിയാതെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആവശ്യമാണെന്നാണ്. പക്ഷേ ഇന്ന് എന്താണ് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ സീക്രട്ടായിട്ട് കാണുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സമൂഹം ലേബൽ ചെയ്യും, ഇത് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവന് മാനസിക പ്രശ്നമുണ്ട്. അപ്പം അതിനെ ഭയക്കുന്നവരാണ് കൂടുതൽ പേരും. അത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എത്ര ഉയർന്ന ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, ആ ബിലീഫ് സിസ്റ്റം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കൂടെ നടക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പറയാൻ ഒരാളെ കേൾക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ആ വ്യക്തിയെ ചിലപ്പോൾ കേൾക്കാൻ പോലും ഒരാളുണ്ടാവണം എന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറയുന്ന ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? അത് പണമില്ലാത്തതോ ആഹാരം കഴിക്കാൻ പറ്റാത്തതോ അതിനേക്കാളൊക്കെ ഒരു വലിയ വേദനയുണ്ട്. ഒരാൾക്ക് അവനെ കേൾക്കാൻ ഒരാളില്ലാത്തത്, അതിൻ്റെ പെയിൻ, അനുഭവപ്പെടുന്ന ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, അത് എത്രത്തോളമാണ് എന്ന് നമ്മൾ ഈ മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ളവരെ പലപ്പോഴും അവർ വിചാരിക്കുന്നത് എന്താ, മറ്റേ ആൾക്ക് തന്നെക്കുറിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിയാലോ, എൻ്റെ ഈ പ്രശ്നത്തിനെക്കുറിച്ച് ഞാൻ അവരോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവരെ വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എന്നെക്കുറിച്ച് സമൂഹം എന്ത് ചിന്തിക്കും? അത് ഉള്ളിടത്തോളം കാലം എന്താ സംഭവിക്കുക? അവർ പോയില്ല, അവർ പറയില്ല ആരോടും, ഈ ഇമേജ് കാത്തു സൂക്ഷിക്കും. അപ്പോൾ ഇതാണൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും മാനസിക ആരോഗ്യത്തിനെ അഡ്രസ്സ് ചെയ്യാത്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആ തെറ്റായ ചിന്താഗതി അങ്ങ് മാറ്റണം. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ആധാരം. നമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനെ അതേ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമല്ലേ മനസ്സിൻ്റെ ആരോഗ്യം? ഇപ്പം നമ്മുടെ ശരീരത്തിനൊരു അസുഖം വന്നാൽ ഒരു മടിയില്ലാതെ എല്ലാവരുടെയും മുമ്പിൽ കൂടിയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷെ മനസ്സിനും പ്രശ്നം വന്നാലോ, ഒളിച്ചും തെളിച്ചും എന്നാലും പോകാത്തവരുണ്ട്. ഈ കുട്ടികൾക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. അഡിക്ഷൻ, ഇപ്പം ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവർ, കുട്ടികളെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോകില്ല പേരൻസ്. സമൂഹത്തിൽ നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും, അവൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ചിന്തിക്കുന്നത്. ഇതാണ് ആദ്യം മാറേണ്ടത്.
പക്ഷേ ഈ വിഷാദ രോഗം എന്ന് പറയുന്ന ഈ വിഷയത്തെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് വിഷാദ രോഗമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാൻ മൂടിക്കെട്ടിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഓക്കെ, നമുക്ക് ഈ മനസ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, അതുപോലെ എനർജറ്റിക് ബോഡി, ഇത് മൂന്നും കൂടി കമ്പൈൻഡ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. WHO പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നതും ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യമല്ലേ. അപ്പോൾ ഇവിടെ നമ്മളുടെ ശരീരം തന്നെ സിംറ്റംസ് കാണിക്കും. നമ്മുടെ ശരീരം നൽകുന്ന പല സിഗ്നൽസിനെയും നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ശരീരത്തിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നാൽ അത് മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. വൈറ്റമിൻ B12 കുറഞ്ഞാൽ, അതുപോലെ തന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പല പല ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് വരുന്ന മന്ത്ലി സൈക്കിൾസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹോർമോണൽ ഡിഫറൻസസ്, ഇതൊക്കെ. പിന്നെ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന മനുഷ്യരില്ലേ, ചലിക്കില്ല, ചുമ്മാതൊരിടത്തിരിക്കും, അവരോടൊന്നും നടക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല. ഇതൊക്കെ ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ലീഡ് ചെയ്യാം. നടക്കാതെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് മൂവ്മെൻറ്റിൽ കൂടി നമ്മളിൽ ഹാപ്പിനെസ് കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. അതറിയില്ല. അതാണ് നമ്മളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പം ഒരു ജനറൽ അവെയർനെസ് ഉണ്ടാവണം. എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷനെയും ആൻസൈറ്റിയും ഒക്കെ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതുപോലെ തൈറോയിഡ്, പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ട് ഹെൽത്ത് അത് വളരെ പ്രധാനമാണ്. ശരിയായ പ്രോപ്പർ ഡയറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് സാവധാനം ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ലീഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരീരത്തിലൂടെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ശരീരം അനങ്ങാത്തതുകൊണ്ടാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ഈ IT പ്രൊഫഷണലുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. രാവിലെ ഓഫീസിലേക്ക് വരുന്നു, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്നു, രാത്രിയോളം അവർ പണിയെടുക്കുന്നു. അപ്പോൾ ഇത് അവരെ ഒരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ മൂവ്മെൻറ്റ്, അതായത് അവിടെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന 4 ഹാപ്പിനെസ് കെമിക്കൽസിനെ കുറിച്ച് അറിയേണ്ടത്. ഈ 4 ഹാപ്പിനെസ് കെമിക്കൽസ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സ്വസ്ഥവും സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് ഒന്നാമത്തേതെന്ന് പറയുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്നതാണ്. ഈ സെറോട്ടോണിൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ലേ. അപ്പം ചിലർ പറയും, നന്ദി പറയുന്നതൊക്കെ എന്താ കാര്യം, ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറയുന്ന വാക്കല്ല ഗ്രാറ്റിറ്റ്യൂഡ്. അതിനേക്കാട്ടിലും ഉപരിയായിട്ട് നമ്മുടെ ഉള്ളത്തിൽ അനുഭവിക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഗ്രേറ്റ്ഫുൾ, ബ്ലെസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ്. അത് ഉള്ളിൽ പറയുമ്പം നമ്മളുടെ ബ്രെയിൻ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പിനെസ് കെമിക്കലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ, അത് കൊള്ളുമ്പം ശരീരം ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് കെമിക്കലായ സെറോട്ടോണിനെ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബനാന, ഡാല്, നട്ട്സ് ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും നാച്ചുറലി സെറോട്ടോണിൻ ഉണ്ടാകും. ഇത് ഹാപ്പിനെസ് കെമിക്കലാണ്. അതുപോലെ തന്നെ പ്രധാനമാണ്, നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവില്ലേ, പെട്ടെന്ന് മൂഡ് മാറുക. പലരും പറയുന്ന കാര്യമാണ് മൂഡ് സ്വിങ്സ്. ഇപ്പം ഇരിക്കുന്നത് കോമഡി വാക്കായിട്ട് പലപ്പോഴും മാറ്റിയിട്ടുണ്ട് ഈ ട്രോളുകളിലൊക്കെ വന്നു. മൂഡ് സ്വിങ്സ് ആണ്. ഇതിന് കാരണം നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെറോട്ടോണിൻ്റെ കുറവാണ്. അതിന് വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കുന്നില്ല, അവയറല്ല, അറിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഈ അറിവുകൾ ഉണ്ടാവണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, മുമ്പേ രാഹുൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചില്ലേ. അവിടെ പ്രധാനമായിട്ടും എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എൻഡോർഫിനാണ് മൂവ്മെൻറ്റിലൂടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്ന റിഥമിക് മൂവ്മെൻറ്റ്. ഈ എയറോബിക്സ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സുംബ ഡാൻസ് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറയില്ലേ, അതൊക്കെ ഈ ഹാപ്പിനെസ് കെമിക്കൽ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെയുള്ളൊരു കാര്യമാണ്, ഇപ്പം ചെറിയ ജെൻറ്റിലായിട്ടുള്ള സ്ട്രെച്ചസ് പോലും എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ശരിക്കും ഒരു ഹാപ്പിനെസ് പ്ലസ് പെയിൻ റിലീഫാണ്. ചിലർ പറയുന്ന കേൾക്കില്ല, എൻ്റെ ശരീരം മൊത്തം എനിക്ക് വേദനയാണ്, എപ്പോഴും വേദനയാണ്, ഇത് ശരിക്കും സൈക്കോസൊമാറ്റിക്കാണ്. ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എന്താ, മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അവരുടെ ബോഡിയെ എഫക്റ്റ് ചെയ്ത് സൈക്കോസൊമാറ്റിക് ഡിസീസാണ്.
അത് പിന്നീട് എങ്ങനെയാണ് അവർക്ക് അഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ അങ്ങനെ പറയുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാണ്, എവിടെയെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ സമയത്ത് ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒന്നും ചെയ്യാനുള്ളൊരു ഡ്രൈവ് ഉണ്ടാവില്ല ഒന്നിനും. അപ്പോൾ അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലോ വേറെ 2 ഹോർമോൺസും കൂടി നമ്മൾ അറിയണം. അതിലെ വേറൊരെണ്ണമാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം ചിലർ പറയത്തില്ല, നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കൂ, ഒരു ദിവസം ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ടിക്കിടും. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ടിക്കിടല്ലേ, അപ്പം ബ്രെയിനിന് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു ഹാപ്പിനെസ് കെമിക്കലാണ്. ഇത് നമ്മളെ ഈ ആങ്സൈറ്റിയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് അതിനെയൊക്കെ തടയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ ഈ മോട്ടിവേഷൻ പോലും ഡോപ്പമിൻ ഉണ്ടാക്കും. നമ്മൾ ഒരാളുടെ ടോക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ ഡോപ്പമിൻ റഷാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതെല്ലാം ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ പോയിരുന്നിട്ട് വർക്ക് ചെയ്തിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇനി നാളെ ആവട്ടെ, അങ്ങനെയല്ല. ഇതൊരു സിസ്റ്റം. അതായത് നമുക്ക് എപ്പോഴും വേണ്ടത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം വെളിയിൽ നിന്ന് ഒരാൾ തരേണ്ടതല്ല, നമ്മുടെ ഉള്ളിൽ നമ്മളെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ഫയർ ഉണ്ടാവണം അല്ലേ. നമുക്ക് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എനിക്കിത് നേടാനാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എനിക്കിത് സാധിക്കാനുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിനൊരു അർത്ഥം ഉണ്ടാവില്ല. പലരും എഴുന്നേക്കുന്നത് ഇപ്പം സക്സസ്ഫുള്ളായ ഏത് മനുഷ്യരെയും ശ്രദ്ധിച്ചോളൂ, അവർക്ക് ഉറങ്ങി എഴുന്നേൽക്കണം എന്നൊരു ചിന്തയോടെയാണ് അവർ കിടക്കുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അവരുടെ ചിട്ടയായ കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരൊക്കെ സക്സസ്ഫുൾ ആവുന്നതിനുള്ള കാരണവും അവരിലുണ്ടാകുന്ന ഈ ജീവിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യമാണ്. ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. ഞാനിത് നേടാനാണ്, അല്ലെങ്കിൽ എനിക്കൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരർത്ഥം ഉണ്ടാകണം. അതിന് ഈ ഹോർമോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ഈ ഹോർമോൺസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നതും. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതിന് നമ്മളെ സഹായിക്കും. ഓരോ ചെറിയ കാര്യമാകട്ടെ, ഒരാൾക്ക് ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടുമ്പം ഭയങ്കര ഹാപ്പിനെസ് തോന്നില്ലേ, നല്ലതായിട്ട് ചെയ്തു, അതിനല്ല ഈ അപ്രീസിയേഷൻ വെച്ചിട്ടല്ലേ എല്ലാ കമ്പനികളും അവരുടെ സ്റ്റാഫിനെ കൊണ്ട് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപ്രീസിയേഷൻ ലെറ്റർ കൊടുക്കും. അപ്പോൾ എന്താ, നമ്മൾ ചത്ത കിടന്നും അവർക്ക് വേണ്ടി പണിയെടുക്കും. ഇതൊക്കെ ഈ കെമിക്കൽസ് നമ്മളിൽ ഉണ്ടാക്കുമ്പം ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നതിനെ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ പറ്റും എന്ന് എത്ര പേർക്ക് അറിയാം അല്ലേ? ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു അവെയർനെസ് കൊടുക്കണ്ടേ മനുഷ്യരിലേക്ക്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ഓക്സിറ്റോസിൻ ഉണ്ടല്ലോ, ഇത് ലവ് ഹോർമോണാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. പ്രണയമുള്ളവർക്ക് വേറൊരു ലോകമായിരിക്കും. പ്രണയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും. എന്നാൽ ഇതൊക്കെ ഡ്രൈ ആയി ഒരു വികാരം ഇല്ലാത്തതിന് എന്തിനാ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് ചിന്തിക്കാറില്ലേ? അപ്പം ഇവിടെ വരുന്ന വിഷയം ഇതാണ്, ആ ഡ്രൈവാണ്. അപ്പോൾ ഒരു പ്രണയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ഒരു ആണും പെണ്ണും തമ്മിലാവണമെന്നില്ല, എന്തിനോടെങ്കിലും ഉള്ളൊരു പ്രണയം, നമ്മുടെ ലക്ഷ്യങ്ങളോടുള്ള പ്രണയമാകാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഓക്സിറ്റോസിൻ കൂടുതലുണ്ടാകും. അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് തിളക്കമുണ്ടാവും, അവരുടെ ചലനങ്ങൾക്കൊരു എന്താ പറയുക എനർജി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഹോർമോൺസിൻ്റെ പ്ലേയാണ്. അപ്പം ഈ ഹാപ്പിനെസ് നൽകുന്ന ഈ ഹോർമോൺസ് എങ്ങനെ ഉണ്ടാക്കാം? നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ ലവ് ഹോർമോൺ ഉണ്ടല്ലോ, ഈ ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബോണ്ടിങ്, പെറ്റ്സിനെ വളർത്തുമ്പം നമുക്ക് കിട്ടുന്ന ഈ ഹോർമോണാണ്. ചിലർ പറയില്ല ഡിപ്രഷൻ മാറ്റാൻ നിങ്ങളൊരു പെറ്റ്സിനെ എന്തിനെങ്കിലും വളർത്തും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിനെ വളർത്തുമ്പം അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം നമ്മളിൽ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് കാര്യം ഒരു കൗൺസിലർ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ പറയുകയാണ് നിങ്ങൾ ചെയ്യൂന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഹാപ്പിനെസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു കാര്യമുണ്ടാകും. അപ്പം ഇതിനെക്കുറിച്ചുള്ള അവയർ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് മനുഷ്യരും ഇല്ലേ? അപ്പോൾ അവരെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അവെയർനെസ് ഉണ്ടാക്കുക, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സാധാരണ മനുഷ്യരിലേക്കും ആ അറിവുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന 2 കെമിക്കൽസാണ്.
അതായത് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന 2 കെമിക്കൽസ് പ്രധാനമായും കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ. ഈ 2 കെമിക്കൽസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഒരു അലേർട്ട് മോഡിലാകും. അത് പതുക്കെ നമ്മളിൽ ഉണ്ടായി വരുന്നതാണ്. അതെന്ന് വെച്ചാൽ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് വന്നൊരു കൺസൾട്ടേഷനാണ്. ഒരു അമ്മ, ആ അമ്മ ഭയങ്കര എന്താ പറയുക, ഹൈലി ഫിനാൻഷ്യലി ഭയങ്കര ഹൈ ലെവലിലാണ്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ഒരുപാട് വീടുകളുണ്ട് അവർക്ക്. അബ്രോഡ് വീടുകളുണ്ട്, നാട്ടിൽ വീടുകളുണ്ട്, ഹസ്ബൻഡിന് ബിസിനസ് ഉണ്ട്, 2 മക്കളാണ്. അതിൽ ആദ്യത്തത് മോനും രണ്ടാമത്തത് മോളുമാണ്. ഈ മോൻ നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ച് തല്ലിപ്പൊളിയായിട്ട് നടന്ന് ഏതാണ്ടൊക്കെ അഫെയറൊക്കെ ഉണ്ടായി, സെമസ്റ്റർ എക്സാംസ് എല്ലാം ഫെയിലറായി. മോള് നല്ല മിടുക്കിയാണ്, അവൾ പഠിച്ച് മിടുക്കിയായിട്ട് ജോലിയെല്ലാം കിട്ടി, അവരുടെ കൂടെ തന്നെ വെളിയിലാണ്. പക്ഷേ ഈ അമ്മ എപ്പോഴും ചിന്തിക്കുന്നത് ഈ മോനെക്കുറിച്ചാണ്, നാട്ടിലുള്ള മോനെക്കുറിച്ച് ചിന്തിച്ച് എന്നാൽ എത്രയോ നന്മകൾ അമ്മയുടെ ചുറ്റിനുണ്ടെന്നറിയോ. ഒരു തരത്തിലും സ്നേഹിക്കുന്നൊരു ഭർത്താവ്, എല്ലാ തരത്തിലുള്ള സാമ്പത്തികം. പക്ഷേ ഈ അമ്മ ആ ഇല്ലായ്മയെക്കുറിച്ച്, മോൻ്റെ പ്രശ്നത്തിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കെമിക്കൽസാണ്. അത് ഹൈ പീക്കിലായിട്ട് പുള്ളിക്കാരിക്ക് ഡിപ്രഷനായിട്ട് നാട്ടിൽ വന്ന സമയത്ത് എന്നെ കാണാൻ വരുന്നത്. പിറ്റേ ദിവസം അവർ വെളിയിലേക്ക് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണൂ. അപ്പം നമുക്കറിയാം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ ഡിപ്രഷൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട്, എത്ര നാളായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം തീവ്രതയിലുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എന്തൊക്കെയായാലും നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണണം, കുറച്ച് മെഡിസിൻ എടുക്കണം, അതോടൊപ്പം ഞാൻ തെറാപ്പിയും ചെയ്തു തരാമെന്ന്. ഇവർക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി, കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത്, അവർ വൈകുന്നേരം ഒരു ബീച്ചിൽ നടക്കാൻ പോയ സമയത്ത് കടലിലേക്ക് ഇറങ്ങി പിന്നെ മരിച്ചു. അപ്പം അവിടെ എന്താ സംഭവിച്ചത്, നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്തതാണ് അത് ചെയ്യണം, പക്ഷെ അവെയറല്ലായിരുന്നു. ഇത്രയൊക്കെ സീരിയസ് ആയിട്ടത് മാറുന്നോ, ജീവിതം തന്നെ നശിക്കുന്നോ അറിഞ്ഞിട്ടില്ല, ജീവന് ഭീഷണിയാവുന്നോ നമ്മൾ അറിഞ്ഞില്ല. ഇതുപോലെയാണ് നമ്മുടെ ചുറ്റിനുമുള്ള പലരുടെയും കാര്യം. എത്ര നന്മകളുണ്ടെങ്കിലും അതായിരിക്കില്ല. ഒരു ചെറിയ വേദന, ഒരു ചെറിയ പ്രശ്നം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യും. ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. ആ ചിന്തിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ട്രെസ് കെമിക്കൽസിൽ വ്യത്യാസം വരിക, തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുക. ആ സ്ട്രെസ്സ് ശരീരത്തിനെ മൊത്തം എഫക്റ്റ് ചെയ്യുക, ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും, ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഇതൊക്കെ ആദ്യമേ നമ്മുടെ കൂടെയുള്ളവർക്ക് എന്താ പറയുക, അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ മക്കൾക്ക് മനസ്സിലാവില്ലേ, ഹസ്ബൻഡിന് മനസ്സിലാവില്ലേ. പക്ഷേ എന്ത് വേണം, സമയം, അവരെ കേൾക്കാൻ സമയം വേണം. മാം ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഒരുപാട് മനുഷ്യരുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കഥ കടച്ച് മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. പിന്നീട് അവർ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ കൊറോണ അതിന് കൂടുതൽ ഫാക്ടറായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർ അവെയർ ആയിരിക്കില്ല, പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ള ആഗ്രഹവുമുണ്ട്, പഴയ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ വെളിയിലൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണ്ടേ. ഒന്നെങ്കിൽ അവർക്ക് തന്നെ തോന്നിപ്പോകാം. അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ അവർ സ്വയം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അവർ തന്നെ മുൻകൈ എടുത്ത് വരും. അല്ലാതെ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെയുള്ള ഏതെങ്കിലും മനുഷ്യർ, അവരെ അറിയുന്നൊരു മനുഷ്യൻ ഇങ്ങനെ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നാലല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇഷ്ടംപോലെ പലതരത്തിലും എത്രയോ മെൻ്റൽ ഹെൽത്തൊക്കെ ഒത്തിരി എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മുമ്പിൽ എത്തിയാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇപ്പം അതിന് എന്താ പറയുക, അതിന് നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ കേൾക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കൂടെ ഇരിക്കുന്നവരെ കേൾക്കണം, കൂടെ ഇരിക്കുന്നവരെ അറിയണം. അതാണ് സാധിക്കാത്ത. ഇന്ന് ആർക്കും സമയമില്ലല്ലോ. എല്ലാവരും എന്താ പറയുക, ഒരു വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം, 4 മൊബൈലുമായിട്ട് 4 പേരും 4 റൂമിലായിരിക്കും അല്ലേ. നമ്മൾ എവിടെ വേണമെങ്കിലും ചെന്ന് നോക്കൂ, അവരവരുടെ മൊബൈലിൽ അവരവരുടെ ലോകത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പ്രായമായിട്ടുള്ള കുറച്ച് അമ്മമാരുണ്ട്, അതായത് അവരൊക്കെ ചിലപ്പം ഈ ഹസ്ബൻഡുമാരൊക്കെ നല്ല പ്രൊഫഷണലുള്ളവരായിരിക്കാം, റിട്ടയേർഡ് ആകുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ ലോകത്തിലേക്ക് പോകും. ചിലർ സാമൂഹിക നവോത്ഥാനമായിരിക്കും, ചിലർ അമ്പലം പള്ളി കമ്മിറ്റികളിലായിരിക്കും. അപ്പം വീട്ടിലാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ജീവിതമുണ്ട് ഈ അമ്മയുടെ ജീവിതം. മക്കളെയൊക്കെ കല്യാണം കഴിച്ചയച്ചു, ഇവർക്ക് സംസാരിക്കാനും ആരുമില്ല, അങ്ങനെ ഒന്നുമില്ല. എത്രയോ അമ്മമാരുണ്ടെന്നറിയോ അങ്ങനെ. നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ. ഈ പുള്ളി
ഹസ്ബൻഡ് നാട് നന്നാക്കാൻ നടക്കുക, വീട്ടിലിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് എന്താ സംഭവിക്കുക? ഗ്രാജ്വലി ഡിപ്രഷന്, ആങ്സൈറ്റി, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അത് തീവ്രമാകുന്ന സമയത്തായിരിക്കും തിരിച്ചറിയുന്നത് പോലും. എന്തുകൊണ്ടാണ്? കേൾക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇതിൽ ശരിക്കും എന്നെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട്. അതായത് ഞാൻ ഒരിടത്ത് വെച്ച് പരിചയപ്പെട്ട, ഒരു ട്രെയിനിങ് സെഷനിൽ വെച്ച് പരിചയപ്പെട്ടൊരു അമ്മയാണ്. ആ അമ്മ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡ് ഒരു ഭയങ്കര ഒരു ഉയർന്ന പൊസിഷനിലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മക്കൾ 2 പേരാണ്, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ ഗൾഫിലാണ്. വീട്ടിലമ്മ തനിച്ച്. പറയാം, ആരും കേൾക്കാനില്ല, ആരും ഒന്നും ചോദിക്കാനില്ല. പതുക്കെ പുള്ളിക്കാരിക്ക് ഡിപ്രഷനായി. ആ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ വരാൻ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ സ്വയം സന്തോഷം വെളിയിൽ നിന്ന് കണ്ടെത്താതെ ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഈ അമ്മ എന്താ ചെയ്യുന്നറിയാമോ? പുള്ളിക്കാരെ സെർച്ച് ചെയ്യുമായിരുന്നു എവിടെ നിന്ന് സന്തോഷം കിട്ടും എന്നുള്ളത്. അങ്ങനെ ചെന്ന് പെട്ടത് ഒരു മനുഷ്യൻ്റെ അടുത്താണ്. അയാൾ എല്ലാവർക്കും സൗഹൃദങ്ങൾ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് കാലത്തുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്മേനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം ചൂഷണം ചെയ്തു. പുള്ളിക്കാരിക്ക് പക്ഷേ അഡിക്ഷനായി. എന്ന് വെച്ചാൽ അയാൾ സമയം കൊടുക്കുന്നുണ്ട്, ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ആശ്വാസമാണ് പുള്ളി. അപ്പോൾ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് സംശയരോഗമായി തുടങ്ങി. ഇയാൾ വേറെ ആരോട് ചാറ്റ് ചെയ്യുന്ന വെച്ചാൽ പുള്ളിക്കാരി സ്വയമായിട്ട് അങ്ങ് പൊസസ് ചെയ്യുകയാണ് ആ വ്യക്തിയെ. പക്ഷെ മനസ്സിന് വേറൊരാളില്ല. അപ്പോൾ അത് സംഭവിച്ചത് ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വ്യക്തിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ വ്യക്തിയെ ചുറ്റി നടക്കുകയാണ്. അയാൾ ആരോട് ചാറ്റ് ചെയ്യുന്നു, അയാൾ ആരോട് സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ആ സംശയരോഗം കൂടി സൈക്യാട്രിക്കൽ ട്രീറ്റ്മെൻറ്റിലാണ് അതെത്തിയത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു ഡിപ്രഷൻ മാറാൻ വേണ്ടി പോയിട്ട് അത് അവസാനം സൈക്യാട്രിക് മെഡിസിനിൽ എത്തേണ്ട ആവശ്യം വന്നു. അതെന്താ? ആ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അത്? സ്വന്തം ഭാര്യയെ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞ് സമൂഹത്തിന് നവോത്ഥാനം നടത്തുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ നമ്മുടെ ചുറ്റിനും. നമ്മുടെ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ നമ്മളല്ലാതെ ആരാ ഉള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമുക്കല്ലാതെ വേറെ ആർക്കാ സമയമുള്ളത്? അല്ലേ? ഇതൊക്കെ മനസ്സിന് ആവശ്യമാണ്. നമ്മുടെ മനസ്സിന് സ്നേഹവും പരിഗണനയും ഒക്കെ ആവശ്യമാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് പലരും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോകുന്നത്. ഈയിടെ വന്നൊരു കേസാണ്. ഡിപ്രഷനായി, ഫാമിലി റിലേഷൻഷിപ്പിൽ ഭയങ്കര നല്ലൊരു ബന്ധമാണ്, അവർക്ക് പ്രശ്നമുണ്ടായി. പുള്ളി പതുക്കെ മാനസികമായിട്ടാകുന്നു, വേറൊരു റിലേഷൻഷിപ്പിൽ. അപ്പം ഡിപ്രഷന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. വേറൊരു റിലേഷൻഷിപ്പിൽ പെട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മരുന്ന് പോലും നിർത്തി എന്ന് വെച്ചാൽ അത്രയും ഹാപ്പിനെസ് കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ആ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു ബന്ധം എത്തിച്ചു. അപ്പം നമ്മളറിയാതെ വൈകാരികമായിട്ട് നമ്മുടെ മനസ്സ് സന്തോഷം തേടി അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആ കെമിക്കൽസ് തേടി പോകുമ്പോൾ പലപ്പോഴും നശിക്കുന്നത് നമ്മുടെ ജീവിതമാകും. അപ്പോൾ അവിടെയൊക്കെയും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെ കേൾക്കാനും അവരോടൊപ്പം ഇരിക്കാനും ഒരല്പമെങ്കിലും ഈ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അതാണ് മനസ്സിനാവശ്യം.